ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കൊള്ളാം. വന്ദന ഇവിടെ വന്നിരിക്കായിരുന്നോ? ഞാൻ വിളിച്ചൊന്നും കേട്ടില്ലേ? നീ എന്താ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് തരാതെ ഇങ്ങോട്ട് പോകുന്നത്? അത് ഞാൻ ജഗം വന്നത് കണ്ടില്ലെന്നായിരിക്കും. ഞാൻ ഇവിടെ കിടന്ന് വിളിച്ചു പോയതും വന്ദന കേട്ടില്ലേ? എന്താ വന്ദനെ നിന്റെ മുഖത്തൊരു വിഷമം? ഞാൻ പോയതുപോലെ അല്ലല്ലോ വന്നപ്പോ. എന്തു പറ്റി? എന്റെ അമ്മ വിളിച്ചിരുന്നോ? എന്താണെങ്കിലും എന്നോട് പറ. ഒന്നുമില്ല. അത് വെറുതെ. വന്ദനയുടെ ഓരോ ഭാവങ്ങളും എനിക്ക് വായിച്ചെടുക്കാൻ പറ്റും. നിന്റെ അമ്മ വിളിച്ചിരുന്നോ? ഇല്ല. പിന്നെ ജോത്സ്യൻ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ? പിന്നെ എന്താ കാര്യം പറ. വന്ദനെ എങ്ങോട്ടാ? ഒരുപാട് ജോലിയുണ്ട്. മോളുടെ യൂണിഫോം ഒന്നും തേച്ചിട്ടില്ല. അത് കള്ളം. മറ്റെന്തോ പ്രശ്നം വന്ദനെ അലട്ടുന്നുണ്ട്. എന്താ അത്? ഒന്നുമില്ല ചിക്കൻ, ഞാൻ പോട്ടെ. അപ്പച്ചി, ഇവിടെ എന്താ നടന്നത്? ഞാൻ പോയപ്പോ കണ്ട വന്ദനയല്ലല്ലോ തിരിച്ചു വന്നപ്പോ. അതുകൊള്ള എനിക്കെന്താ നിന്റെ കെട്ടികളുടെ മുഖലക്ഷണം നോക്കലാണോ പണി? മുഖലക്ഷണം നോക്കിയില്ലേലും ജോത്സ്യം നോക്കലുണ്ടല്ലോ. ആ കള്ള ജോത്സ്യനെ അപ്പച്ചി പഴയതുപോലെ വിലക്കെടുത്ത് കൊണ്ടുവന്നാണോ? ജഗ, അന്ന് എനിക്കൊരു അബദ്ധം പറ്റി. പക്ഷെ ഇപ്പോഴങ്ങനല്ല. ശരി, ആയിക്കോട്ടെ. ആ ത്രികാലജ്ഞാനി ആ ജോത്സ്യൻ എന്തൊക്കെയാണോ പ്രവചിച്ചത്? നിനക്ക് പുച്ഛം. എടാ, ശാസ്ത്രവിധികളൊന്നും തെറ്റാറില്ല. ജാതകദോഷം ദോഷം തന്നെയാ. അല്ലേലും നിന്നോട് വാദിച്ച് ജയിക്കാനൊന്നും ഞാനില്ല. അനുഭവിക്കാനുള്ളവർ അനുഭവിച്ചു. കണ്ടാൽ അറിയാത്തവനെ കൊണ്ടാൽ അറിയും. അപ്പച്ചി, ഇനി ഈ ജോത്സ്യനല്ല, അങ്ങ് കൈലാസത്തിൽ നിന്ന് അഖിലാണ്ടപതി ഇറങ്ങി വന്ന് പറഞ്ഞാലും ഈ ജഗന് വന്ദനെ വിട്ടൊരു ലോകമില്ല. വന്ദനയിൽ നിന്ന് എന്നെ പിരിക്കാമെന്ന് ആരും കരുതിയും വേണ്ട. എനിക്കോ വന്ദനയ്ക്കോ എതിരെ ആരെങ്കിലും ഒരു ചെറു വിരൽ അനക്കിയാൽ ആ വിരല് ഞാൻ ഒടിക്കും. അച്ഛന്റെ ഒരേ ഒരു പെങ്ങളല്ലേ, അതുകൊണ്ട് അപ്പച്ചിക്ക് മാത്രം ഒരു ചെറിയ കൺസെഷൻ. ഒരിക്കലും തടവിലൊന്നുമല്ല. കൊല്ലും ഞാൻ.